ഹലോ ഫ്രണ്ട്സ്, ഹാവ് എ നൈസ് ഡേ. എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കിടിലൻ വീഡിയോ വന്നിട്ട് എല്ലാവർക്കും ഗുണകരമായിട്ടുള്ളതാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ, അതായത് കഴിഞ്ഞ ദിവസം 2-3 ദിവസം ആയിട്ടുള്ളൂ ഓപ്പറേഷൻ സൗന്ദര്യ പറഞ്ഞിട്ട് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താണെന്ന് വിചാരിച്ചു. അപ്പോൾ തുറന്നു നോക്കിയപ്പോൾ ചാനലിലാണ്, ന്യൂസ് ചാനലിലാണ്. അപ്പോൾ അതിലിട്ടിരിക്കുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്ന് ചെറുപ്പക്കാർ മുതൽ വലിയ എന്താ പറയുക, അതിൽ മുതിർന്നവർ മുതൽ ഉപയോഗിക്കുന്നത് ഒരുപാട് സൗന്ദര്യവർദ്ധക വസ്തുക്കളാണ്. അപ്പോൾ അതായത് കോസ്മെറ്റിക്സ്. അപ്പോൾ അതിനെക്കുറിച്ചാണ്. അതിൽ ഒരുപാട് മെർക്കുറിയൊക്കെ അടങ്ങിയിരിക്കുന്നു പറഞ്ഞിട്ടാണ് അവർ പെട്ടെന്ന് നടത്തിയ ഒരു ചെക്കിംഗ് ആണ്. അപ്പോൾ അതിൽ ഒരുപാട് കോസ്മെറ്റിക്സുകളും അതിൽ കംപ്ലീറ്റ് മെർക്കുറി അടങ്ങിയതുമാണ് അവർ പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായിരിക്കും. ഇത് നിങ്ങൾ ചെറിയ കുട്ടികളടക്കം ഉപയോഗിക്കുന്ന കോസ്മെറ്റിക്സുകളാണ് അല്ലേ. ഇത് നമ്മൾ ജനിച്ച കുട്ടികൾക്കടക്കം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പല കോസ്മെറ്റിക്സുകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രധാന തിരുത്തലോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ലിപ്സ്റ്റിക്ക്, ഫേസ് ക്രീം, കോമ്പാക്റ്റ് പൗഡർ, പിന്നെ ഫൗണ്ടേഷൻ എല്ലാം മെർക്കുറി അടങ്ങിയതാണ്. അത് ഞാൻ പറയുന്നത് മൊത്തത്തിലല്ല, ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടുള്ളത് കേട്ടോ. എന്ന് പൊതുവായി പറയുന്നത് ശരിയൊന്നും അല്ല, എന്നാലും ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. ചില വ്യാജ നിയമവിരുദ്ധ, പ്രത്യേകിച്ച് സ്കിൻ ലൈറ്റനിങ് പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ സ്കിൻ വൈറ്റനിങ് പ്രൊഡക്റ്റ്, അതുപോലെ അങ്ങനെയുള്ളതൊക്കെ FDA കണ്ടെത്തിയിട്ടുണ്ട്. FDAയുടെ 2026 പരിശോധനകളിൽ ചില സ്കിൻ ലൈറ്റനിങ്ങും ക്രീംസിൽ ഉയർന്ന അളവിൽ മെർക്കുറി കണ്ടെത്തിയിട്ടുണ്ട്, പൗഡറുകളിലും ഒക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ ദിവസവും മുഖത്ത് ഇടുന്ന ഫേസ് ക്രീം, ഫൗണ്ടേഷൻ, കോമ്പാക്റ്റ് പൗഡർ, ലിപ്സ്റ്റിക്ക്, ഇതിലൊക്കെ മെർക്കുറി ഉണ്ടാകുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പക്ഷേ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കോസ്മെറ്റിക്സിലും മെർക്കുറി ഉണ്ട് എന്നല്ല, എന്നാൽ ചില പ്രത്യേകിച്ച സ്കിൻ വൈറ്റനിങ്, സ്കിൻ ലൈറ്റനിങ് എന്ന പേരിൽ വിൽക്കുന്ന വ്യാജവും നിലവാരമില്ലാത്തതുമായ ഉൽപ്പന്നങ്ങളിൽ മെർക്കുറി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വാർത്തയുടെ സത്യാവസ്ഥ എന്താണെന്ന്, നമ്മൾ ഉപയോഗിക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എങ്ങനെ സുരക്ഷിതമായി തിരഞ്ഞെടുക്കാം അതാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ സൗന്ദര്യവർദ്ധക വസ്തുക്കളെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ മെർക്കുറിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഒരുപാട് സോഷ്യൽ മീഡിയയിലും മറ്റും പ്രചരിപ്പിക്കുന്നുണ്ട്. വാർത്തയിലുണ്ടായിരുന്നു. മെർക്കുറി എന്നത് ഒരു ഹെവി മെറ്റലാണ്, മനസ്സിലായില്ലേ? സാധാരണ ഒരു ഇതല്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ഹെവി മെറ്റലാണ് കേട്ടോ. ശരീരത്തിൽ അധികമായി എത്തുന്നത് ആരോഗ്യത്തിന് ദോഷകരമാകാം. പ്രത്യേകിച്ച് മെർക്കുറി അടങ്ങിയ സ്കിൻ ലൈറ്റനിങ് പ്രൊഡക്ട്സ് തുടർച്ചയായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് ചർമ്മത്തിലൂടെ ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടുകയും വൃക്കകളുടെയും നാഡീവ്യവസ്ഥകളുടെയും പ്രശ്നങ്ങൾ ഉൾപ്പെടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും കേട്ടോ. ചിലവർക്ക് ചിലപ്പോൾ ഇടുപ്പ് വേദന, അങ്ങനെ അസ്ഥിയുടെ വേദന വരെ അതുണ്ടാക്കാമെന്നാണ് പറയുന്നത് കേട്ടോ. ഇപ്പോൾ പലർക്കും ഇടുപ്പ് വേദന, മുട്ടുകാൽ വേദന അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വെളുത്ത നിറം, ഇൻസ്റ്റൻറ്റ് വൈറ്റനിങ് അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട് മാറും, ആൻറ്റി ഏജിങ് തുടങ്ങിയ വാഗ്ദാനങ്ങൾ നൽകുന്ന പരിചയമില്ലാത്ത ക്രീമുകൾ വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പക്ഷേ ഒരു കാര്യം വീണ്ടും പറയട്ടെ, ലിപ്സ്റ്റിക്ക്, ഫൗണ്ടേഷൻ, കോമ്പാക്റ്റ് പൗഡർ, ഫേസ് ക്രീം എന്നിവയെല്ലാം മെർക്കുറി അടങ്ങിയവയാണ് എന്ന് പറയുന്നത് ശരിയല്ല. നമ്മൾ നോക്കി വാങ്ങുന്നതിലൂടെയാണ്. ഒരാളെ വിശ്വസിച്ച് നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നോക്കി അത് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് വാങ്ങാം കേട്ടോ. മറ്റൊരാൾ ഉപയോഗിച്ചു പറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും അത് വാങ്ങി ഉപയോഗിക്കരുത്. FDAയുടെ വിവരമനുസരിച്ച് ചില കോസ്മെറ്റിക്സിൽ ഹെവി മെറ്റൽസ് വളരെ അളവിൽ ഇമ്പോർട്ട് ആയി കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും അത് എല്ലാ ഉൽപ്പന്നങ്ങളും അപകടമാണെന്ന് ഉറപ്പാക്കുന്നില്ല, മനസ്സിലായില്ലേ? പ്രധാനമായും ആശങ്കപ്പെടേണ്ടത് നിയമവിരുദ്ധമായോ വ്യാജമായോ ശരിയായ ഇൻഗ്രീഡിയൻസ് അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലയോ അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. 2026 FDA നടത്തിയ പരിശോധനകളിൽ ചില സ്കിൻ ലൈറ്റനിങ് ക്രീംസിൽ വളരെ ഉയർന്ന അളവിൽ മെർക്കുറി കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇനി മുതൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വാങ്ങുമ്പോൾ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമതായി, നിങ്ങൾ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിൽ ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കുക, മനസ്സിലായില്ലേ? അതിൽ എഴുതിയിട്ടുണ്ടാവുമല്ലോ എങ്ങനെയൊക്കെ എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ വായിച്ചിട്ട് അതൊന്നും ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങുക. രണ്ടാമതായി, വളരെ വേഗത്തിൽ മുഖം വെളുപ്പിക്കും, പിഗ്മെൻറ്റേഷൻ പൂർണ്ണമായി മാറ്റും, റിങ്കിൾസ് ഉടൻ ഇല്ലാതാക്കും എന്നിങ്ങനെ അമിതമായ അവകാശങ്ങൾ പരിചയമില്ലാത്ത പ്രൊഡക്ട്സ് വാങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക. മൂന്നാമതായി, ലേബലിൽ മെർക്കുറിക്ക് മെർക്കോറിയസ് ക്ലോറൈഡ്, കാലോമെൽ എന്ന് പറഞ്ഞിട്ട് ഒരിതുണ്ട്, CALMOMEL, പിന്നെ മെർക്കുറിയോ, HG തുടങ്ങിയ പേരുകൾ കാണുന്നുണ്ടോ എന്ന് പരിശോധിക്കാം. ഞാൻ മുകളിൽ അതിൻ്റെ ഇത് കൊടുക്കാം. ഞാൻ ചിലപ്പോൾ പറയുമ്പോൾ ഇങ്ങനെ വാക്കുകൾ മാറാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എഴുതിയും വെച്ചിട്ടില്ല കേട്ടോ. തുടങ്ങിയ പേരുകൾ കാണുന്നുണ്ടോ എന്ന് പരിശോധിക്കാം. ഞാനത് മുകളിൽ കൊടുക്കാം. അതുപോലെ FDA മെർക്കുറി സംബന്ധിച്ച് ഈ പേരുകൾ ഇൻഗ്രീഡിയൻസ് ലേബലിൽ കാണാൻ സാധ്യതയുണ്ടെന്ന് വ്യക്തമാക്കുന്നു. പക്ഷേ ഒരു കാര്യം കൂടി, ലേബലിൽ ഇല്ലാത്തത് മാത്രം കണ്ടിട്ട് മെർക്കുറി ഉണ്ടെന്ന് ഉറപ്പിച്ച് പറയാനും പാടില്ല. അതുപോലെ സംശയമുള്ള ഉൽപ്പന്നം ഉപയോഗിക്കാതെ
എന്താണ് വിശ്വസനീയമായ നിർമ്മാതാവിൻ്റെയും ഔദ്യോഗിക വിവരങ്ങളുടെയും സഹായം തേടുന്നതാണ് സുരക്ഷിതത്വം. പ്രത്യേകിച്ച് നമ്മൾ ഓൺലൈനിൽ കൂടി വളരെ വില കുറഞ്ഞ വിലയ്ക്ക് നിർമ്മാതാവിൻ്റെ വിവരങ്ങൾ വ്യക്തമല്ലാത്ത ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിലില്ലാത്ത സ്കിൻ വൈറ്റനിങ് ക്രീം വാങ്ങുമ്പോൾ കൂടുതൽ ശ്രദ്ധ വേണം. ഒരുപാട് പേര് ഞാൻ കാണുന്നുണ്ട് പരസ്യത്തിൽ ഇങ്ങനെ ഓൺലൈനിൽ കൂടി വാങ്ങിച്ചിട്ട് ഈ പ്രൊഡക്റ്റ് നല്ലതാണ്, ഞാൻ പുരട്ടി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഒരുപാട് പേര്, ഞാൻ പേരൊന്നും പറയുന്നില്ല, എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നതുകൊണ്ടാണ്. പിന്നെ 2-3 ദിവസം മുമ്പ് ഈ ഒരു മെർക്കുറിയുടെ ഒരു സൗന്ദര്യ ചാനലിൽ വന്നതുകൊണ്ടാണ് ഈ വീഡിയോ തീർച്ചയായും ഞാൻ വേറൊരു വീഡിയോ ഇടാൻ വെച്ചതാണ്, മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇട്ടത്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രൊഡക്ട്സ് നിങ്ങൾ വാങ്ങുന്നുണ്ടല്ലോ, അപ്പോൾ ഇത് എനിക്ക് വേണമെങ്കിൽ ഈ എൻ്റെ പ്രൊഡക്ട്സ് വാങ്ങുന്നതുകൊണ്ട് എനിക്ക് മാറ്റി വയ്ക്കാം ഈ വീഡിയോ. പക്ഷേ അങ്ങനെയല്ല, സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഞാനും ഒരു സാധാരണക്കാരിയാണ്. അപ്പോൾ അത് കാരണം നിങ്ങൾ പരീക്ഷണങ്ങളിലൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അതുപോലെ നമ്മുടെ മുഖത്ത് ഉപയോഗിക്കുന്നതാണല്ലോ, അതുകൊണ്ട് വിലക്കുറവാണ്, വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടി എന്ന കാരണങ്ങൾ മാത്രം നോക്കി ഒരു പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കരുത്. സൗന്ദര്യത്തിനേക്കാൾ പ്രധാനമാണ് സുരക്ഷ. ഞാൻ അത് പറഞ്ഞു തരാം കേട്ടോ. സൗന്ദര്യത്തെക്കാൾ പ്രധാനമാണ് സുരക്ഷ. നമുക്ക് സുരക്ഷയുണ്ടെങ്കിൽ സൗന്ദര്യം ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ സുരക്ഷയാണ് പ്രധാനം. അതിനാൽ മെർക്കുറിയെക്കുറിച്ചുള്ള വാർത്ത കേട്ടിട്ട് എല്ലാ കോസ്മെറ്റിക്സിനെയും അതുപോലെ തന്നെ കോസ്മെറ്റിക്സ് ആണല്ലോ സുരക്ഷിതമായിരിക്കും എന്ന് കരുതി എന്തും ഉപയോഗിക്കാനും പാടില്ല. അതാണ് ഞാൻ ഈ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ ഇടാൻ കാരണം. അവസാനമായി ഒന്ന് ഓർക്കുക, എല്ലാ ലിപ്സ്റ്റിക്കിലും മെർക്കുറി എന്നതല്ല സത്യം, എല്ലാ ഫൗണ്ടേഷനിലും മെർക്കുറി എന്നതുമല്ല സത്യം. പക്ഷേ ചില നിയമവിരുദ്ധവും നിലവാരമില്ലാത്തതുമായ പ്രത്യേകിച്ച് സ്കിൻ ലൈറ്റനിങ് പ്രൊഡക്ട്സിൽ മെർക്കുറി ഉണ്ടാകാനുള്ള സാധ്യതയും അതിൻ്റെ ആരോഗ്യ അപകടങ്ങളും യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇനി മുതൽ ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ ലേബൽ, ഇൻഗ്രീഡിയൻസ്, മാനുഫാക്ചർ എന്നിവ പരിശോധിക്കുക. അതുപോലെ സൗന്ദര്യം നേടുമ്പോൾ ആരോഗ്യത്തിലെ മറക്കരുത് കേട്ടോ. ഈ നമ്മൾ ആദ്യം പോയിട്ട് പ്രൊഡക്ട്സ്, ഈ എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ട് നല്ല ഭംഗിയുണ്ട് ആ കുപ്പി, അതുപോലെ തന്നെ ആ ട്യൂബ്, അതുപോലെ എഴുതിയിരിക്കുന്ന, അങ്ങനെ നോക്കി ഒത്തിരി പേര് വാങ്ങിക്കാറുണ്ട് കേട്ടോ. അതാണ് ഞാൻ പറയുന്നത്, സൗന്ദര്യം നേടുമ്പോൾ ആരോഗ്യത്തെ മറക്കരുത്. ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട ബ്യൂട്ടി ടിപ്സ്, ഹെൽത്ത് വിവരങ്ങൾക്കായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. അതുപോലെ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലിപ്സ്റ്റിക് ഇടുന്നതിനെക്കുറിച്ച് ചിലവർ ചോദിച്ചു. ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഒത്തിരി അങ്ങനെ നമ്മൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നോക്കി വാങ്ങുക. ചെറിയ കുട്ടികൾക്കൊന്നും അധികമായിട്ട് ഉപയോഗിക്കാതിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ IMAയുടെ അതുപോലെ തന്നെ മീറ്റിങ്ങുകളിലൊക്കെ പറയുന്നുണ്ട് ഡോക്ടർമാർ, ചെറിയ കുട്ടികൾക്ക് അല്ലെങ്കിൽ മുതിർന്നവർക്കും തന്നെ എപ്പോഴെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. ഇപ്പോൾ ഡെയിലി നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടിട്ടേ വെളിയിൽ ഇറങ്ങുമെന്നുള്ള ആൾക്കാരുണ്ട് കേട്ടോ. അതിലാണ് അവരുടെ സൗന്ദര്യം കാണുന്നത്. ഞാൻ കുറ്റം പറയുന്നതല്ല. ഈ വീഡിയോ കണ്ടിട്ട് കമൻ്റ് ഒന്നും വരണ്ട, ടോട്ടലി നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. നമുക്ക് ഇതൊന്നും ഇടാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നല്ലൊരു സൗന്ദര്യം നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും. അത് ഞാൻ പറഞ്ഞു തരാം. ഒരൊറ്റ നിങ്ങൾ വാങ്ങിച്ച് നോക്കിയവർക്ക് അറിയാം, നമുക്ക് മേക്കപ്പും വേണ്ട, ഒന്നും വേണ്ട കേട്ടോ. ഈ ഒരൊറ്റ സോപ്പിൽ തന്നെ നിങ്ങൾക്ക് എൻ്റെ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ടല്ല, വാങ്ങാത്തവരുണ്ട് വാങ്ങിയവരും ഉണ്ടാവും കേട്ടോ. ഈ ഒരു പ്രൊഡക്റ്റിൽ തന്നെ നിങ്ങൾക്ക് സൗന്ദര്യം നന്നായിട്ട് നിലനിർത്താൻ കഴിയും. ഇത് പ്യുവർ ആയിട്ടുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് അടങ്ങിയ കോക്കനട്ട് ഓയിൽ, കുറച്ച് ബദാം ഓയിൽ, ഗ്ലിസറിൻ, പ്യുവർ ഗ്ലിസറിൻ, അലോവേറ പൾപ്പ്. അലോവേറ പൾപ്പ് ഞങ്ങൾ തനിയെ തേക്കുന്നുണ്ട്, അങ്ങനെ തേച്ചിട്ടൊന്നും ഗുണമില്ല കേട്ടോ. അതുപോലെ തന്നെ അലോവേറയുടെ ബേസ് എല്ലാം കൂടി ചേർത്തിട്ടുള്ളതാണ്. ഇത് നിങ്ങൾ വാങ്ങിച്ച് നോക്കൂ, വീണ്ടും വീണ്ടും വാങ്ങിക്കുക. അതുപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞതിന് വേണ്ടിയിട്ട് മേക്കപ്പ് ഒന്നും ഇടാതെ തന്നെ നിങ്ങൾക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കാം. അതുപോലെ ഫേസ് പാക്ക്, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഈ ഇട്ട വീഡിയോയ്ക്ക് തന്നെ ഞാൻ ആയുർവേദ പ്രൊഡക്റ്റുകൾ, ആയുർവേദത്തിൽ ഒരു ഇൻഗ്രീഡിയൻസും ഇല്ല, പ്ലെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ മിക്സ് ചെയ്തിട്ടുള്ള ക്രീമാണ് ഇത്. നിങ്ങൾക്ക് സൺ പ്രൊട്ടക്ഷൻ പോലും വേണ്ട, ഒരു കെമിക്കൽസും അടങ്ങിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്രീം നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ, മനസ്സിലായില്ലേ? നിങ്ങൾക്ക് യാതൊരു എഫക്ട്സും വരില്ല. പക്ഷേ ഇത് ഒരുപാട് പേര് വാങ്ങിച്ചിട്ട് കമൻസ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ എന്ത് ചെയ്യാനാണ്, ഞാൻ പറയുന്നല്ലേ ഉള്ളൂ. അപ്പോൾ കമൻസ് ഇടാൻ അവർക്ക് ഇഷ്ടമല്ലായിരിക്കും, പക്ഷേ പ്രൊഡക്റ്റിനൊന്നും കുഴപ്പമൊന്നുമില്ല പറഞ്ഞു, നന്നായിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ സോപ്പ്, ഫേസ് പാക്ക്, ഈ ക്രീം, ഇതിൻ്റെ തന്നെ ആയുർവേദ 3 മിക്സിങ് പൗഡർ ചേർത്തിട്ടുള്ള പൗഡർ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പൗഡർ ഇതാണ് പൗഡർ, 100 രൂപയാണ് കേട്ടോ. ഇത് നല്ലൊരിതാണ്. ഇത് നമുക്ക് വേറെ മേക്കപ്പേ വേണ്ട കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതൊന്നുമല്ല. ഞാൻ ഈ അടുത്ത ദിവസം ഒരു കല്യാണത്തിന് പോയി, അതിൻ്റെ തന്നെ ഞാൻ ഫോട്ടോ ഇതിൻ്റെ മുകളിലിടാം കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു മേക്കപ്പും ചെയ്തിട്ടില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ അലോവേറ സോപ്പിട്ട് അത് രാവിലെ ഞാൻ കുളിച്ച് കഴിഞ്ഞാൽ രാവിലെ 11 മണിയാകുമ്പോഴേക്ക് കുളിയൊക്കെ കഴിയും. അപ്പോൾ തന്നെ ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ പിന്നൊന്നും ഒരുങ്ങുക പറയാൻ ഞാൻ ഈ ക്രീം പുറത്ത് പോവുക അല്ലെങ്കിൽ ഫംഗ്ഷന് പോകുമ്പോൾ മാത്രമേ ഈ ക്രീം ഇടാം, അല്ലെങ്കിൽ ഞാൻ ആ പൗഡർ മാത്രമേ ഇടുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാൻ ആ കല്യാണത്തിന് പോകുമ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ക്രീമും ഇട്ടു, പൗഡറും ഇട്ടു രാവിലെ 11 മണിക്ക്. പിന്നെ ഞാൻ 6 മണിക്ക് ഞങ്ങൾ ഫംഗ്ഷന് പോകുമ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയില്ല, എൻ്റെ ഹസ്ബൻഡിന് അറിയാം, ഇവിടെ തന്നെ ഉണ്ടല്ലോ, പിന്നെ വേറെ ആർക്കും എന്നെക്കുറിച്ച് അറിയില്ല. ഞാൻ സത്യസന്ധമായിട്ടാണ് ഞാൻ പറയുന്നത്. അത് മാത്രമേ ഞാൻ ഇട്ടുള്ളൂ. ഞാൻ ഫോട്ടോ ഇവിടെ കൊടുക്കാം. നിങ്ങൾക്ക് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും എടുത്ത് പറയുന്നത്. നിങ്ങൾ എൻ്റെ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ച് നോക്കൂ. അങ്ങനെ ഉപകാരപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നെ തെറി വേണമെങ്കിൽ വിളിച്ചോളൂ കേട്ടോ. എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവും. ഒരു റിയാക്ഷൻ ഉണ്ടായില്ല.
അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും സാധാരണ ആരും ഉറപ്പിച്ച് പറയില്ല കേട്ടോ. അത്രയും കലർപ്പും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ കാണാത്തവരും കണ്ടവരും ഒക്കെ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ കോൺടാക്റ്റ് നമ്പർ വാട്സപ്പിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അല്ലെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ സ്കിന്ന് നിങ്ങൾ സംരക്ഷിക്കും. സ്കിൻ ഡാമേജ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ കുറേ ഒന്നും ഇല്ലാതെ ഫൗണ്ടേഷൻ ക്രീം അങ്ങനെയൊക്കെ ഇട്ട് നിങ്ങൾ പോകരുത്. നിങ്ങളുടെ തൊലിയെ സംരക്ഷിക്കും. നമ്മൾ എന്തൊക്കെ ചെയ്ത് നേടിയാലും നമ്മളുടെ സ്കിന്നിനെ സംരക്ഷിക്കാൻ നമ്മൾ നാച്ചുറലായി തന്നെ നമ്മൾ നാച്ചുറലായി തന്നെ നമ്മൾ ചിന്തിച്ച് നമ്മൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റ. ഒരുപാട് വീഡിയോ ലെങ്തായി, എന്നാലും നിങ്ങൾ സ്കിപ്പ് ചെയ്താലും ഇരുന്ന് കാണുക കേട്ടോ സമയം കിട്ടുമ്പോൾ. ബൈ.